അത് സാഹസികമാണ് എന്നെനിക്കറിയാം. ഈ നട്ടുച്ച നേരത്തെ തലസ്ഥാന നഗരിയിലെത്തി നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദീർഘകാലമായി നടത്തുന്ന നിങ്ങളുടെ മുദ്രാവാക്യങ്ങളും ഹൃദയവികാരങ്ങളും അവസാന നിമിഷമെങ്കിലും കേൾക്കാനുള്ള മാനുഷികതയും ഉത്തരവാദിത്വബോധവും പ്രകടിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ നടത്തിയ ഈ സെക്രട്ടേറിയറ്റുമാർക്കും ധർണയും അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്ന വിധം വിജയപ്രദമായി തീരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ നിങ്ങളെ ചെറുതും വലുതുമായ പരിപാടിയൊക്കെ പങ്കെടുക്കാൻ സാധിച്ചിട്ടുള്ള ഒരു എളിയ പൊതുപ്രവർത്തകനാണ് ഞാൻ. പാരാമെഡിക്കൽ വിഭാഗ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അത് നിങ്ങളുടെ മാത്രം പ്രശ്നമായി കാണുന്ന ഒരു സമീപനമാണ് സർക്കാർ ആദ്യമായും അവസാനിപ്പിക്കേണ്ടത്. നിങ്ങളുടെ ജോലി ജനജീവിതവുമായി അഭേദ്യമായി ബന്ധമുള്ള ജോലിയാണ്. ആ ജോലിയാണെങ്കിൽ വളരെയധികം ശാസ്ത്രീയമായും സാങ്കേതികമായും പരിജ്ഞാനം മാത്രമല്ല പരിശീലനവും യോഗ്യതയുമെല്ലാമുള്ള വ്യക്തികൾക്ക് മാത്രമേ അത് നിർവഹിക്കണം ഭംഗിയായി നിർവഹിക്കാൻ കഴിയൂ എന്ന വസ്തുതയാണ്. ഈ മേഖലയിൽ ജീവനക്കാരുടെ അംഗസംഖ്യ വളരെ കുറവാണ് എന്ന കാര്യം നേരത്തെ തന്നെ ബോധിപ്പിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് പരിഹാരം കാണാനുള്ള നീക്കങ്ങൾ നടത്തി. ആശുപത്രികൾ സ്വകാര്യ മേഖലയിലൊക്കെ തന്നെ സ്റ്റാർ ഹോട്ടലുകളെ പോലെ ഉയർന്നു വരുന്നത്, പരിജീവനക്കാരും അത്തരം സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന ഡോക്ടർമാർ ഉൾപ്പെടെ അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ സാഹചര്യങ്ങളിൽ നിങ്ങളുടെ അവസ്ഥകൾ കേൾക്കാനും പറയാനും ആവശ്യമായ ഒരു സാഹചര്യം ഒരുക്കുക എന്നതിനു വേണ്ടിയാണ് പ്രധാനമായും ഈ മുന്നേറ്റം പ്രയോജനം ചെയ്യപ്പെടേണ്ടത് എന്ന് ഞാൻ ആഗ്രഹിക്കാം. നിങ്ങളുടെ പാരാമെഡിക്കൽ കൗൺസിൽ നിയമമാക്കാൻ സേവനക്കാർക്ക് ശമ്പള പരിഷ്കരണ പരിപാടികൾ പൂർത്തീകരിക്കാനുള്ള നടപടികൾ വേണമെന്ന് പറഞ്ഞാൽ അത് എന്താണ് ഇതിൽ അപകട? 10ാം ധനകാര്യ കമ്മീഷന്റെ നിബന്ധനകളും നിർദ്ദേശങ്ങളുമെല്ലാം ഒരുപാട് പരാതികൾ തിരഞ്ഞെടുക്കിയിട്ടുണ്ട് എന്ന് കലാ പറയുന്ന കാര്യമാണ്. ഇതിന്റെ വ്യക്തി ജീവനക്കാരുടെ സമരത്തിൽ എന്നതിൽ പങ്കെടുക്കുന്ന അവസരമുണ്ട്. അവരുടെ ആവശ്യങ്ങളൊന്ന് ഈ ശമ്പള പരിഷ്കരണത്തിൽ ഉന്നയിക്കപ്പെടുന്ന നിർദ്ദേശങ്ങൾ എത്രയേറെ അവർക്ക് വിരുദ്ധമാണ് എന്നാണ് പാരാമെഡിക്കൽ കമ്മീഷൻ നിയോഗിക്കുക എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. എല്ലാം തന്നെ കേൾക്കാനും അതിന് പരിഹാരം കാണാനുമുള്ള തുറന്ന ചർച്ചകൾ നടക്കണം. ഏതെങ്കിലും അപകടം കിട്ടിയാൽ സമരത്തിന് വേണ്ടി സമരം ചെയ്യുന്ന ഒരു വിഭാഗമല്ല നിങ്ങളെന്ന് മറ്റാരേക്കാളും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സമരം ചെയ്യേണ്ടി വരുന്നത് മറ്റൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അവസാന നിമിഷത്തിലാണ് ചെയ്യുന്നു വരുന്നത്. അങ്ങനെ സമരത്തിന് വേണ്ടി സമരം ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാക്കാനും പ്രയാസമുണ്ടാക്കാനും സർക്കാരും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനുമുള്ള ഒരു നടപടികളും പങ്കെടുക്കാൻ ഗുണമനസ്സം കാണിക്കുന്ന ഒരു സേവന സന്നദ്ധമായ ഒരു സമൂഹം എന്ന നിലക്കാണ് നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ പരിഹാരം കാണണമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അടിസ്ഥാനപരമായി ശമ്പളത്തിൽ കാതലായ മാറ്റം വരുത്തണം, അന്തരങ്ങൾ കുറയ്ക്കണം. ശമ്പള കമ്മീഷൻ പ്രഖ്യാപനം വന്നപ്പോൾ അന്തരം ഒരേ കളിച്ച് വർദ്ധിക്കാനിരിക്കുന്നു. അന്തരം കുറക്കാൻ ശാസ്ത്രീയമായ സമീപനം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ആ ശാസ്ത്രീയ സമീപനം സ്വീകരിക്കുന്നതിന് എന്താണ് വൈഷമ്യം? സർക്കാരിനെ സമയത്തോളം ഈ അവസാന നാളുകളിൽ കേട്ട് അത് നടപടികൾ സ്വീകരിക്കപ്പെടുന്നതിനെ കുറിച്ച് ആൾക്കറിയില്ല. എങ്കിൽ പോലും ഇത് പ്രധാനമായ പ്രശ്നമാണ്, നിരന്തരമായി നിൽക്കുന്ന പ്രശ്നമാണ് എന്നുകൊണ്ട് തന്നെ അവർക്ക് പരിഹാരം കാണാനുള്ള അവസരം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇവിടെ പാരാമെഡിക്കൽ കൗൺസിൽ നിയമമൊക്കെ എന്ന് പറയുന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അത് സ്പെഷ്യൽ റൂൾസിന്റെ അഭാവം സംഘപരിഷത്തെ പ്രമോഷനെ ബാധിച്ച കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം സത്യസന്ധമായും കാര്യക്ഷമമായും ജോലി ചെയ്യുന്ന ജീവനക്കാരായ നിങ്ങളുടെ ജോലി നിർവഹിക്കണമെന്ന് കാണിക്കുന്ന കർമ്മോന്മുഖത്ത് പ്രതിബന്ധമുണ്ടാക്കുന്ന സാഹചര്യമാണ് അധിക സ്ഥാനങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ദുഃഖകരമായൊരു വസ്തുത. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾക്ക് അതെങ്ങനെയാണ് നിങ്ങളുടെ ജോലിയെ ബാധിക്കുന്നത്, ജീവിതത്തെ ബാധിക്കുന്നത് എന്നത് ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ അർഹത്തോടെ സ്റ്റാഫ് പാറ്റേൺ പുനർനിർണയിക്കുക എന്ന് പറയുന്നത്, സ്റ്റാഫ് പാറ്റേൺ പുനർനിർണയിക്കണമെന്ന് പറയുന്നതിന്റെ ആവശ്യകത ഇപ്പോൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണിത്. സ്ഥാപനങ്ങളിൽ ജോലികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്, അത്യന്താധുനികമായ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതിന് ആവശ്യകത വർദ്ധിപ്പിക്കുകയാണ്. സർക്കാരിനാണെങ്കിൽ എക്സ്റേ ഫിലിം പോലും കൃത്യമായി നൽകാൻ കഴിയാത്ത സാമ്പത്തിക പരാതി നിൽക്കുകയാണ്. അപ്പോൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന
നിങ്ങൾക്ക് ശാസ്ത്രീയമായ സാങ്കേതികമായ പരിജ്ഞാനവും കഴിവുണ്ടാവുന്നവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജോലി ആ ജോലിയെ സംബന്ധിച്ചിടത്തോളം റിസ്ക് ഉള്ള ജോലി കൂടിയാണ്. അത് കൃത്യമായ ബോധമില്ലാതെ പ്രവർത്തിച്ചാൽ ഉണ്ടാകാവുന്ന ആഘാതങ്ങളും പ്രത്യാഘാതങ്ങളും എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജോലിസ്ഥലത്തിനോടൊപ്പം നിങ്ങൾക്ക് മാന്യമായി ജീവിക്കാൻ കഴിയുന്ന ശമ്പള പരിഷ്കരണ നടപടികൾ ഉൾപ്പെടെ ഉണ്ടായിരിക്കണം. അതിൽ ഇന്ന് 10ാം ധനകാര്യ കമ്മീഷൻ നിഗമനങ്ങൾ നിങ്ങൾക്ക് ഗുണകരമല്ല എന്ന് മാത്രമല്ല, അത് കുറെ കൂടി വിനാശകരമായിരിക്കും എന്നതാണ് ദുഃഖകരമായത്. അതുകൊണ്ട് അടിസ്ഥാന ശമ്പളത്തിൽ സാധനായ മാറ്റം വരുത്താനുള്ള ശമ്പള പരിഷ്കരണ നടപടികൾ ഈ കമ്മീഷൻ പുനഃസ്ഥാപിക്കണമെന്ന് പറയുന്ന കാര്യങ്ങൾ എല്ലാം നിരന്തരമായി ഉന്നയിക്കുന്ന കാര്യങ്ങളെന്ന നിരക്ക് അവർക്ക് പരിഹാരം കാണാനുള്ള അടിയന്തര നടപടികൾ ഉണ്ടായിരിക്കണമെന്ന ആവശ്യം അംഗീകരിക്കാനുള്ള മനസ്സ് ഉത്തരവാദപ്പെട്ടവർക്ക് ഉണ്ടാകണം എന്നാണ് നിങ്ങളെല്ലാം സാക്ഷികളാക്കിക്കൊണ്ട് ഉത്തരവാദപ്പെട്ടവരോട് അധികാരസ്ഥാനത്ത് ഇരിക്കുന്നവരോട് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്. കുറ്റകരമായ അനാസ്ഥയും അനംഭാവവും നിങ്ങളോട് കാണിച്ചാൽ അത് നിങ്ങളിലൂടെ സമൂഹത്തോടും അതുപോലെ ഒഴികളോടും നിരപരാധികളായ കുടുംബങ്ങളോടും കാണിക്കുന്ന ഒരു കൃത്യമായിരിക്കും എന്ന് അവരറിയിക്കാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതായിരുന്നാലും ഇന്ന് ഇവിടെ നടത്തിയിട്ടുള്ള ഈ മാർച്ച് ശ്രദ്ധേയമായിട്ടുണ്ട്. ഇത്രയും സഹോദരമായി പങ്കെടുക്കുന്ന ഒരു യാത്ര നടത്തുവാനും സംസ്ഥാനത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ഇവിടെ എത്തി നിങ്ങൾ മുഴക്കിയ മുദ്രാവാക്യം അതിന്റെ പിടിച്ചണി ഏതാനും വാരങ്ങൾക്കകലെ അധികാര സിംഹാസനത്തിരിക്കുന്ന ആളുകൾ കേൾക്കണമെന്നാണ് വിനീതമായി അവരോട് ഞാൻ ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുന്നത്. അത് കേട്ടുകൊണ്ട് നടപടികൾ സ്വീകരിക്കാൻ വൈകരുത് എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ ഭാവിയിൽ എന്നുകൂടി ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.